കില്ലിനി ശബ്ദം പാലകനേ നിൻ സ്തുതികളല്ലാതെ പാടുവാനെനി കില്ലിനി ശബ്ദം പാലകനേ നിൻ സ്തുതികളല്ലാതെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 40:1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ആമേൻ, സ്തോത്രം. എന്ന വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ക്ഷമയോടെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വീഴുന്ന വരികളത്രേ നമ്മളിത് കേൾക്കുന്നത്. ദാവീദ് രാജാവ് ഇവിടെ വളരെ ഭംഗിയായിട്ട് തൻ്റെ വിശ്വാസം എത്രത്തോളമായിരുന്നു അത് ആ ഒരു വരിയിൽ കൂടി തന്നെ, ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ മടുത്തു എന്നവിടെ പറയുന്നില്ല. സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം അത്ര ബലപ്പെട്ടത് തന്നെയാണ്. കാത്തിരുന്നത് കൊണ്ട് അവൻ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ നിലവിളി കേട്ടെന്ന വചനം. സ്തോത്രം. എൻ്റെ കർത്താവ് നമ്മളിലേക്ക് തിരിയുമെന്നൊരു വിശ്വാസത്തിൽ തന്നെ കാത്തിരുന്നാൽ ദൈവമക്കളെ, ഇതുപോലെ സാക്ഷ്യം പറയാൻ നമുക്കും പറ്റും, ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. കാരണം ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവവുമായിട്ടുള്ള ആ ദാവീദ് രാജാവിൻ്റെ ബന്ധം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ഒരു കാര്യമല്ലല്ലോ ദാവീദ് രാജാവ് ദൈവത്തിന് വേണ്ടി ചെയ്തത്. യഹോവയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി ചെറുതായിരുന്നില്ലല്ലോ. എന്തിനോടൊക്കെ പോരാടി, എന്തൊക്കെ പോരാട്ടങ്ങൾ സഹിച്ചു, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ദൈവമക്കളെ, എന്നിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. ദാവീദ് രാജാവിടെ പറയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്ര. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന മക്കളെ, തീർച്ചയായിട്ടും യഹോവ എൻ്റെ നിലവിളി കേട്ടു എന്ന് നമുക്ക് പറയാൻ ഒരു ദിവസം ദൈവം തരാതെ പോകത്തില്ല. ആമേൻ, സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ആമേൻ, സ്തോത്രം. എവിടെയായിരുന്നു നമ്മളൊക്കെ? എവിടുന്നാണ് കർത്താവ് നമ്മളെ ഉയർത്തിയത്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവമക്കളെ, വിശ്വാസികൾ സ്ഥിരതയുള്ളവരായിത്തീരും. കഷ്ടപ്പാടുകളും വേദനകളും ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവരുടെ വിശ്വാസം സ്ഥിരം തന്നെയാണ്. സ്തോത്രം. വ്യതിചലിക്കുന്നതല്ലല്ലോ യഥാർത്ഥ വിശ്വാസം. സ്ഥിരപ്പെടുകയാണ്. അതിനകത്ത് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു, എന്തെല്ലാം കഷ്ടപ്പാടുകൾ, എന്തേറെ വേദനകൾ, നിലവിളിക്കേണ്ട അനുഭവം തന്നെ വന്നിട്ടില്ലേ? എന്നിട്ടും കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഒരു ഭക്തൻ്റെ വിശ്വാസം നിറഞ്ഞ ആ ഒരു കർത്താവിനോട് പറയുന്ന ആ വാക്ക് എത്ര വലുതാ ദൈവമക്കളെ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എവിടുന്നാണ് കയറ്റിയത്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ആമേൻ, സ്തോത്രം. അവൻ എന്നെ കയറ്റി. മാത്രമല്ല, കുഴിക്കകത്തുനിന്ന് നമ്മളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം ദൈവമക്കളെ, വചനം നമ്മളെ കേൾപ്പിക്കുന്ന പോലെ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ബലമാണല്ലോ ആ പാറ. ആമേൻ, സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുമാറാക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതാണെങ്കിൽ ദൈവമക്കളെ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വചനം നമ്മളെ വീണ്ടും കേൾപ്പിക്കുന്നു, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പിന്നെ ഒരു പുതിയ പാട്ട് പാടുകയാണ്. ആമേൻ, സ്തോത്രം. ക്രിസ്തുനാഥൻ്റെ സ്നേഹം അനുഭവിച്ചാൽ പാടുകയല്ലേ? അറിയാലോ ദൈവമക്കളെ, എത്ര മഹാകഷ്ടത്തിൻ്റെ നടുവിൽ കിടന്നവർ, ദൈവത്തെ അറിയാതെ പോയവർ, ദൈവത്തെ അറിഞ്ഞിട്ടും തെറ്റിപ്പോയവർ,
മടങ്ങി വന്നവർ, എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നവരും കർത്താവ് വിളിച്ച് വേർതിരിച്ചവരും ദൈവമക്കളെ എവിടെ നിന്നാണ് വിളിച്ച് വേർതിരിച്ചത് എന്ന് ചോദിച്ചാൽ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും മാത്രമാണ്. ആമേ സ്തോത്രം. എന്നിട്ടോ കർത്താവിന് വേണ്ടി എഴുതിയ പാട്ടുകളുടെ എണ്ണം എത്രയാ ദൈവമക്കളെ, എണ്ണി തീർക്കാൻ പറ്റുമോ? എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ കർത്താവിന് വേണ്ടി പാട്ടുകൾ എഴുതി തൻ്റെ അനുഭവത്തിലൂടെ ക്രിസ്തുനാഥൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാടുന്നു. എത്ര പേര് എഴുതുന്നു, എത്ര പേര് അതിനെ കമ്പോസ് ചെയ്യുന്നു. ദൈവമക്കളെ, എത്ര പേര് അതിന് ഈണം കൊടുക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പുതിയ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അടുത്ത വചനം പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുന്നവരെ. പലരും, എല്ലാവരും എന്നവിടെ പറഞ്ഞിട്ടില്ല. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുന്ന വചനം. ദൈവമക്കളെ, നമുക്ക് കിട്ടിയ സകല നന്മകളും നമ്മൾ പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, സാക്ഷ്യം പറയാൻ തുടങ്ങി. കർത്താവ് തന്ന കൃപകളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടി. ഈ സമയത്തൊക്കെ ദൈവമക്കളെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കാൻ ഇടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. എല്ലാവരും ഇത് കേട്ടിട്ട് യഹോവയിൽ ആശ്രയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. പലരും ഇത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ യഹോവയിൽ ആശ്രയം വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരാൾക്കെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ശുശ്രൂഷ എത്ര വലുതാ ദൈവമക്കളെ. ഒരു പാവി രക്ഷപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ ഒരു പാവി രക്ഷപ്പെട്ടാൽ മതിയല്ലോ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണയുള്ള സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുവചനം അവിടുന്ന് കേൾപ്പിച്ചതുപോലെ ആമേ സ്തോത്രം, വിളിച്ചു വേർതിരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കർത്താവേ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എൻ്റെ കർത്താവ് ഞങ്ങളെ കയറ്റിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ കർത്താവെ പുതിയ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ അടിയങ്ങളോടൊക്കെയും അവിടുന്ന് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകല മഹത്വവും പുകഴ്ചയും എൻ്റെ പിതാവെ അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആമേ സ്തോത്രം. നാശകരമായ കുഴിയിലായിരുന്നു, കുഴിഞ്ഞ ചേറ്റിലായിരുന്നു. എടുത്തു പറയുന്നൊന്നുമില്ല കർത്താവേ. ദൈവം തന്ന നന്മയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഇനി അങ്ങേക്ക് വേണ്ടി പുതിയ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അനേകരെ കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുമാറാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.